ബേഡ്ക പഞ്ചായത്തിലെ കൊളത്തൂരാണ് താമസം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 2 സ്ഥലത്തായിട്ടാണ് കൃഷി ചെയ്യുന്നുള്ളത്. ഒന്ന് ബേഡ്ക പഞ്ചായത്തിലും അതുപോലെ ഇവിടെ ചെമ്മനാട് പഞ്ചായത്തിൽ പൊയിനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മളെ ബത്തക്കൊക്കെ വിളവെടുപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്തത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. തണ്ണിമത്തനുണ്ട്, കക്കരി, അതുപോലെ ചീര, വെള്ളരി വിഷുവിനായിട്ട് കണിവെള്ളരി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കക്കരിയും ചീരയൊക്കെ വിളവ് നേരത്തെ എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരേക്കറാണ് സ്ഥലമുള്ളത്. ഇവിടെ 4 വെറൈറ്റിയാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. മഞ്ഞയുണ്ട്, അതുപോലെ ഓറഞ്ചും, പിന്നെ പുറത്ത് മഞ്ഞയുള്ളത്, മുക്കാസ് അതായത് നോർമൽ, അകത്ത് ചുവപ്പുള്ള, അങ്ങനെ 4 വെറൈറ്റി ബത്തക്കയാണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ. പിന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊളത്തൂർ വയലിലാണ്. അവിടെ എൻ്റെ സ്ഥലമുണ്ട്, അതുപോലെ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ കൂടുതലായിട്ട് ചെയ്തത് പച്ചക്കറി ഉണ്ട്, അതുപോലെ ബത്തക്കയും വെള്ളരിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഹാർവെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു നവംബറിന് ശേഷമാണ് വയലൊക്കെ ഫ്രീ ആയിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു പച്ചക്കറിയും ബത്തക്കയൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയാണ് നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നുള്ളത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ച് മതി, അതുപോലെ നമുക്ക് സമയം കുറേ ലാഭമാണ്, കൂടാണ്ട് വിളവ് അധികം കിട്ടും മറ്റുള്ള രീതി ചെയ്യുന്നതിനേക്കാളും. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ട നിലം ഉഴുത് ഇതിന് വേണ്ട ബെഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് കൈകൊണ്ട് ചെയ്യാം, ഇപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാക്ടർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം ലാഭമാണ്. എക്സ്പെൻസ് കുറച്ച് കൂടിയാലും നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് മൾച്ചിങ് ഷീറ്റ് വേണം, അതുപോലെ ഡ്രിപ്പ് ടേപ്പ്, അങ്ങനെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. തുടക്കത്തിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ. പക്ഷേ കൂടുതൽ സമയം നമുക്ക് ലാഭം കിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് വിളവ് കൂടുതൽ കിട്ടും. നമുക്ക് വെള്ളവും വളവും കൃത്യമായ അളവിൽ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ കോഴിവളം, ചാണകപ്പൊടിയാണ് അടിവളമായിട്ട് ഇടുന്നത്. അതുപോലെ കുമ്മായി ഇട്ട് കൊടുക്കുന്നുണ്ട്, രാജ്മോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, സ്ലറിയൊക്കെ നന്നായി കൊടുക്കും. ചാണകം ഇതൊക്കെ വെച്ച് സ്ലറി കൊടുക്കുന്നുണ്ട്. പിന്നെ സൂക്ഷ്മമൂലകങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനിൽ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത്തരത്തിലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിവളം നന്നായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണൊക്കെ നല്ലതാണെങ്കിൽ നല്ല വിളവ് കിട്ടും. പിന്നെ അസുഖം വരാതെ നമ്മൾ സൂക്ഷിക്കണം. അതിന് സ്യൂഡോമോണസൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ തെളിച്ച് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കൃത്യമായ അളവിൽ ഇതിന് വേണ്ട സൂക്ഷ്മം, അതായത് സമ്പൂർണ്ണ, അതൊരു 3 പ്രാവശ്യം നമ്മൾ വിളവെടുക്കുക. ഒരു 30, 45, 60 ദിവസം ആ ഒരു ഇടവേളയായിട്ട് നമ്മൾ സമ്പൂർണ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കായ്കളൊക്കെ നല്ല വലുപ്പവും നല്ല ഷേപ്പൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ബത്തക്കയൊക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. ഇപ്രാവശ്യം എനിക്ക് നല്ല പച്ചക്കറി 20 തരം പച്ചക്കറി ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിലും നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ പച്ചക്കറിയും തണ്ണിമത്തനും ഇപ്രാവശ്യം ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പൂങ്കാവനം അഗ്രി ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ഉണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പിന്നെ നമ്മൾ വാട്സപ്പ്. അപ്പോൾ ഇതിലൊക്കെ കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാർ വീട്ടിലേക്കും ഫാമിലൊക്കെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. കാരണം നല്ല സാധനം ആയതുകൊണ്ട് ആൾക്കാർ നമ്മളെ തേടി പിടിച്ച് എത്രയോ ദൂരത്ത് നിന്നൊക്കെ വണ്ടിയൊക്കെ എടുത്ത് വന്നാണ് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വിൽപ്പനക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കൂടാണ്ട് നമ്മളിവിടെ 2-3 സ്ഥലങ്ങളിൽ സ്ഥിരമായി കൊടുക്കുന്നുണ്ടായിരുന്നു, റോഡ് സൈഡുകളൊക്കെ വെച്ച്. പിന്നെ അതുപോലെ കുറച്ച് എക്കോ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്തരത്തിൽ പിന്നെ വീടുകളിലൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ ഇപ്രാവശ്യം കൊടുത്തത്. ഇത്രയും പച്ചക്കറിയും ബത്തക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെയാണ് വിറ്റഴിച്ചത്. അതുകൊണ്ട് എനിക്ക് വിൽപ്പനയൊക്കെ എനിക്ക് വലിയൊരു പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പുതുതായി കൃഷിയിലേക്ക് വരുന്നവരുടെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു നല്ലൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ബാക്കി എല്ലാ സാഹചര്യങ്ങളും നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തു നിന്നായിക്കോട്ടെ, നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായാലും നമ്മളെ ആൾക്കാർ കൂടെ നിർത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം കൃഷിയില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല.
അപ്പം അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കർഷകരെ എന്നും ആൾക്കാർ കൂടെ നിർത്തുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ. അപ്പം എനിക്കിപ്പം ഇത്രയും കാലം ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ആൾക്കാരുള്ള ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്പം കൃഷി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളതിന് അത്രത്തോളം നമ്മളെ മക്കളെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ നോക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അതിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുകയും അതുപോലെ എല്ലാ രീതിയിലും അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വിളവ് കിട്ടും. പിന്നെ അതേപോലെ ആൾക്കാരെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്, നമുക്ക് വിൽക്കുന്നതിന് പ്രയാസമില്ല. പിന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാവും. അതുപോലെ മൃഗശല്യം നമുക്ക് ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിത വരുമാനം മാർഗമായിട്ട് തന്നെ ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. കൃഷി മറ്റേത് ജോബ് പോലെ തന്നെ നമുക്കിതിന് നല്ലൊരു പ്രൊഫഷൻ രീതിയിൽ തന്നെ കണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പണ്ടൊക്കെ ഈ തണ്ണിമത്തൻ കൃഷിയും നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, നമ്മളിവിടെയും പിന്നെ ഈ ബത്തക്ക ആവുമോ എന്നുള്ളത്. കാരണം എപ്പോഴും പുറത്തുനിന്നാണല്ലോ വരുന്നത്. ഞാൻ തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ല. നമ്മളെ കേരളത്തിൻ്റെ മണ്ണ് ഏറ്റവും നല്ലതാണ് ഈ ഒരു കൃഷിക്ക്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മണ്ണ് പോലെയല്ല. അപ്പം തെക്കൻ ജില്ലകളൊക്കെ ആലപ്പുഴ ആ സൈഡൊക്കെ അറിയാമല്ലോ, പൂഴി മണ്ണാണ്. പക്ഷേ അവിടെയും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെയും ഈ ഒരു നമുക്കറിയാമല്ലോ, ഇവിടെ കാസർഗോഡൊക്കെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം ബത്തക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് തന്നെയാണ് നമ്മളെ കേരളത്തിലുള്ളത്. യാതൊരു സംശയമില്ല. നമുക്ക് നല്ല വിളവാണ് പിന്നെ തണ്ണിമത്തൻ കൃഷിയിൽ കിട്ടുന്നുണ്ട്.